കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് സ്വയം നാടുകടത്തലിന് വിധേയമായിക്കൊണ്ട് കാനഡയിലേക്ക് പോയ രഞ്ജിനി ശ്രീനിവാസ് എന്ന് പറയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി വെറുതെ അങ്ങ് പോയതല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രഞ്ജിനി ശ്രീനിവാസ് തന്നെ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിനി ശ്രീനിവാസ് അവിടെ ചെറിയ പുള്ളി ആയിരുന്നില്ല, 37 വയസ്സുണ്ട് ഈ വിദ്യാർത്ഥിനിക്ക്. അവർ ഈ ഡോക്ടറൽ കോഴ്സിനുകൾക്ക് വേണ്ടി അവിടെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഏതായാലും രഞ്ജിനി ശ്രീനിവാസൻ്റെ സുഹൃത്തുക്കളെയാണ് ആദ്യം പോലീസ് പൊക്കിയത്. പാലസ്തീൻ വിദ്യാർത്ഥിനി, സഹപാഠിയായ പാലസ്തീൻ വിദ്യാർത്ഥിനിയെ ആദ്യം പിടികൂടിക്കഴിഞ്ഞു. അതിനുശേഷം ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ 2 പ്രാവശ്യമാണ് രഞ്ജിനി ശ്രീനിവാസിൻ്റെ വീട്ടിലെത്തിയത്. ആദ്യ തവണ വീട്ടിലെത്തുകയും കതകിന് മുട്ടുകയും ചെയ്തപ്പോൾ രഞ്ജിനി ശ്രീനിവാസ് ഡോർ തുറന്നിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഖലീലിനെ, അതായത് പാലസ്തീൻ വിദ്യാർത്ഥിയാണ്, ഇസ്രയേലിനെതിരെ വലിയ പ്രതിഷേധം നയിച്ച ആളാണ്. ഈ ഖലീലിൻ്റെ അടുത്ത സുഹൃത്താണ് രഞ്ജിനി ശ്രീനിവാസൻ. അതിന് തൊട്ടു പിന്നാലെയാണ് ഖലീലിനെ ക്യാമ്പസിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതോടുകൂടി തന്നെ ഈ രഞ്ജിനി ശ്രീനിവാസ് അപകടം മണക്കുകയായിരുന്നു. 2ാം വട്ടം ഈ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജൻസികൾ അവിടെ എത്തിയപ്പോഴേക്കും രഞ്ജിനി ശ്രീനിവാസിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ആ സമയം ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. CPB ഹോം എന്ന ആപ്പ് ഉപയോഗിച്ച് സ്വയം നാടുകടത്തലിന് വിധേയമായിക്കൊണ്ട് ന്യൂയോർക്കിലെ ലാഗോർഡിയ വിമാനത്താവളത്തിലേക്ക് പായുകയും അവിടെ നിന്ന് കാനഡയിലേക്ക് പറക്കുകയുമായിരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് രഞ്ജിനി ശ്രീനിവാസൻ തന്നെ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നത്, തന്നെ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ആരെങ്കിലും തീവ്രവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് തനിക്ക് നന്നായി അറിയാം. നാടുകടത്തലിന് വേണ്ടി പിടികൂടിയാൽ പോലും ഒരുപക്ഷെ നേരിടേണ്ടി വരുന്ന ഭയാനകമായ ശിക്ഷാരീതികളായിരിക്കാം. ആ ഒരു സമയത്ത് എല്ലാവരും അവരുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടി പ്രയത്നിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് രഞ്ജിനി ശ്രീനിവാസും പറയുന്നു. അതായത് ഭയന്ന് നിലവിളിച്ച് കിട്ടിയ സമയം കൊണ്ട് ജീവനും കൊണ്ട് നടത്തിയ ആ ഓട്ടമാണ് ലോകമെമ്പാടും ജനങ്ങൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.